ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗംഗപ്രസാദ് കിരണിനെയും കല്യാണിനെയും ഫോളോ ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് പ്രൊമോ കാണിച്ചിരുന്നല്ലോ. അതില് നമ്മുടെ ഗംഗപ്രസാദിന് ഒരുപാട് പേര് അടിക്കുന്ന സമയത്ത് കിരൺ വന്ന് രക്ഷപ്പെടുത്തുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വിചാരിച്ചത് ഗംഗപ്രസാദിന് എന്തൊരു അബദ്ധത്തിൽ പോയി ചാടുമ്പോഴേക്കും കിരൺ രക്ഷിക്കണതാണെന്നല്ലേ വിചാരിക്കണത്. പക്ഷെ അങ്ങനെയല്ല, ഗംഗപ്രസാദ് മനഃപൂർവ്വം അങ്ങനത്തെ ഒരു സീൻ ഉണ്ടാക്കണതാണ് കേട്ടോ. കാരണം കിരണിന് ആയിട്ട് ഒരു കൂട്ടുകൂടാൻ വേണ്ടി, അതിനുശേഷം കിരണിനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഗംഗപ്രസാദിനാണെങ്കിൽ കിരണിനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉദ്ദേശം. അങ്ങനെ ഗംഗപ്രസാദ് ആ ഒരു സീൻ നാളെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കിരണിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ഗുണ്ടകൾ ഗംഗേനെ അടിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കിരൺ അതിലേക്ക് ഇടപെടുന്നുണ്ട്. കിരൺ ആ ഗുണ്ടകളിൽ നിന്ന് ഗംഗപ്രസാദിനെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗപ്രസാദും അതുപോലെ തന്നെ കിരണും തമ്മിൽ ഭയങ്കര കൂട്ടാവാണ്. അങ്ങനെ കൂട്ടായി കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് പറഞ്ഞാലും സാധിക്കുന്ന ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് രീതിയിലേക്ക് വരും കേട്ടോ. ശേഷമാണ് ആ പ്രസാദ് തന്റെ സ്വഭാവം കിരണിന്റെ അടുത്തേക്ക് എടുക്കുന്നത്. അതായത് എന്താണ്, താൻ വന്നിരിക്കുന്നത് കാർത്തികേയനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇല്ലാതാക്കാനാണെന്നും കാർത്തികയുടെ അമ്മനെ ജീവനോട് ദഹിപ്പിക്കാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് കേട്ടോ മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ഒരുപാട് സമയം വൈകിട്ടുണ്ടാവും. അപ്പൊ നാളെ നമ്മുടെ ഗംഗപ്രസാദിന്റെ എൻട്രി തന്നെയാണ്. കിരണിന് വലിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. അതാണല്ലോ കല്യാണി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, കിരണേട്ടൻ എന്തോ സംഭവിക്കുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന ആർക്കും എന്തോ സംഭവിക്കുന്നുണ്ട്, മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നലുണ്ടെന്നൊക്കെ. അത് വെറുതെ ഒന്നല്ല, ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ പോവാട്ടോ. അതിന് മുന്നോടിയായിട്ടാണ് കല്യാണിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ടാവണത്. അത് മാത്രല്ല, പ്രകാശിനും അതുപോലെ തന്നെ വിക്രവും രാഹുലും സരയും ഒക്കെ ആയിട്ട് ഗംഗപ്രസാദും ഇവര് 4 പേരും കൂടി കൂടിയിട്ട് നമ്മുടെ കിരണിനെയും കല്യാണിനെയും രൂപേനും ചന്ദ്രസേനെ ഇല്ലാതാക്കാൻ വേണ്ട പുതിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കാൻ പോണ കാഴ്ചകളും നമുക്ക് അടുത്ത ആഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കുന്നത് കിരണിന്റെ അതുപോലെ തന്നെ പ്രസാദിന്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.